Hi students, today we will discuss the third data type or collection of data type, that is Python dictionary. Dictionary in Python is an unordered collection of data values used to store data values like a map, which unlike other data types that hold only single values as an element. But normally നമ്മൾ ലിസ്റ്റോ ട്യൂപ്പിലോ പഠിച്ച പോലെ തന്നെ ഡാറ്റ സെറ്റ് കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്സ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിക്ഷണറി പറയുകയാണെങ്കിൽ. ഇറ്റ്സ് എൻ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ വാല്യൂസ്. നമ്മൾ നേരത്തെ ഓർഡേർഡ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, അൺഓർഡേർഡ് ആണ് ആക്ച്വലി. അതുപോലെ തന്നെ നമുക്ക് വി ക്യാൻ മോഡിഫൈ ദി വാല്യൂസ് ഇൻ പൈത്തൺ. ചിലത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ലെസ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ട്യൂപ്പിലിനകത്ത് നമുക്ക് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മോഡിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹിയർ ഡാറ്റ സ്റ്റോർഡ് ഇൻ ഡിക്ഷണറി ക്യാൻ ബി മോഡിഫൈഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ഡിക്ഷണറിക്കകത്ത് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ വാല്യൂസ്. ഇതിനകത്ത് നമുക്ക് ഓർഡറിലല്ല, അൺഓർഡേർഡ് ആണ്. ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടല്ല നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഡിക്ഷണറിക്കകത്ത് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് കീസ് ആൻഡ് വാല്യൂസ് ആയിട്ടാണ്. ഇറ്റ്സ് എ പെയർ ഓഫ് കീ ആൻഡ് വാല്യൂസ്. അപ്പം നമ്മൾ ഓരോ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് ഒരു കീ ഉണ്ടാകും. ദെൻ വി ക്യാൻ സ്റ്റോർ വൺ വാല്യൂ ഓർ മോർ ദാൻ വൺ വാല്യൂസ്. അപ്പോൾ ഈ മോർ ദാൻ വൺ വാല്യൂസ് ആണെങ്കിലും ഒരു സിംഗിൾ വാല്യൂ ആണെന്നുണ്ടെങ്കിലും ആ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു കീ ഉണ്ടാകും. ആ കീ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനകത്ത് ആക്സസ് ചെയ്യുന്നത്, അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ എനി വാല്യൂ ഇഫ് യു വാണ്ട് ടു സ്റ്റോർ ഇൻ ടു എ പൈത്തൺ ഡിക്ഷണറി യു ഷുഡ് യൂസ് എ കീ ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് വാല്യൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കീ വാല്യൂ ഈസ് പ്രൊവൈഡഡ് ഇൻ ദി ഡിക്ഷണറി ടു മേക്ക് ഇറ്റ് മോർ ഒപ്റ്റിമൈസ്ഡ്. അപ്പം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, കീ വാല്യൂസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കീ വാല്യൂ ഡസൻറ്റ് ഹാവ് എനി ഓർഡർ. അങ്ങനെ ഒരു പ്രത്യേക ഓർഡർ വേണമെന്നില്ല. ഇറ്റ് ഷുഡൻറ്റ് ബിലോങ് ടു എൻ ഇൻഡിജർ ടൈപ്പ്. അത് ഇൻഡിജർ ടൈപ്പിലാവണമെന്നില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആ കീ എന്ന് പറയുന്നത് ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും ആവാം. ആ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, കീ റെപ്രസെൻറ്റ് ചെയ്യുന്നത് corresponding a value. Okay, next we can consider how to create a dictionary variable. In Python, a dictionary can be created by placing sequence of elements within a curly brace. The curly brace use ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റഡ് ബൈ കോമാസ് ലൈക്ക് ഇൻ ട്യൂപ്പിൾ ആൻഡ് ലിസ്റ്റ്. ലിസ്റ്റിനകത്തും ട്യൂപ്പിളിനകത്തൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കോമ യൂസ് ചെയ്തിട്ടാണ് വാല്യൂസ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഡിക്ഷണറി ഹോൾഡ് എ പെയർ ഓഫ് വാല്യൂസ്, വൺ ബീയിങ് ദി കീ ആൻഡ് ദി അതർ കറസ്പോണ്ടിങ് അതർ റെപ്രസെൻറ്റിങ് എലമെൻറ്റ്സ്, അതർ കറസ്പോണ്ടിങ് പെയർ എലമെൻറ്റ്സ് ബീയിങ് ഇറ്റ്സ് കീ കോളൻ വാല്യൂ. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കീ കോളൻ ആൻഡ് ഇറ്റ്സ് വാല്യൂ, അങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. എപ്പോഴും ഡിക്ഷണറിക്കകത്തൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് റെപ്രസെൻറ്റ് എ കീ വാല്യൂ, കീ ആൻഡ് കോളൻ. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ദി ആക്ച്വൽ വാല്യൂ. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കീ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. വാല്യൂസിൻ്റെ അത് നമ്മൾ ഒരു പ്രോഗ്രാമല്ല, നമ്മളതിന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Values in a dictionary can any data type and can be duplicated, whereas key can't be represented and must be immutable. Represented alla, key can't be repeated and must be immutable. Value നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലാകാം, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സെയിം വാല്യൂസ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കീസ് യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷേ അതൊക്കെ നമുക്ക് ചെയ്യാം. ബട്ട് കീ കാൺ ബി റിപ്പീറ്റഡ് ആൻഡ് മസ്റ്റ് ബി ഇമ്മ്യൂട്ടബിൾ. കീ എന്തായിരിക്കും, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഇമ്മ്യൂട്ടബിൾ ആണത്. ഡിക്ഷണറി keys are sensitive
same name but different case of key will be treated distinctly. അപ്പോൾ കീ എന്താവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കീ യൂണിക് ആയിരിക്കണം. കീ ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ് ഇൻ എ ഡിക്ഷണറി വേരിയബിൾ. ഒരു ഡിക്ഷണറി വേരിയബിളിനകത്ത് കീ എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ പക്ഷേ ഡിക്ഷണറിക്കകത്ത് സെയിം നെയിം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ഡിഫറെൻറ്റ് പിന്നെ അപ്പർ കേസോ ലോവർ കേസോ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് നെയിം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് കീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കേസ് സെൻസിറ്റീവ് ആണ് എന്ത് ഡിക്ഷണറിയുടെ കീ എന്ന് പറയാനാണെങ്കിൽ. അതായത് ABC എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതുന്നതും ABC എന്ന് ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നതും മാത്രം ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് BC സ്മോൾ ലെറ്ററിൽ എഴുതുന്നതൊക്കെ എന്തായിരിക്കും, 3 ഡിഫറെൻറ്റ് കീ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, ട്രീറ്റ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് കീ ഷുഡ് ബി കേസ് സെൻസിറ്റീവ് ഇൻ എ ഡിക്ഷണറി. ഓക്കെ, അപ്പം ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കേളി ബ്രേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വാല്യൂസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പം ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കീ ഉണ്ടായിരിക്കണം. കീ കോളൻ വാല്യൂ, അങ്ങനെയാണ്. ഇപ്പോൾ ഒരു വാല്യൂ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ കോമ ആൻഡ് സെക്കൻഡ് കീ കോളൻ ആൻഡ് സെക്കൻഡ് വാല്യൂ, അഗെയിൻ കോമ തേർഡ് കീ കോളൻ തേർഡ് വാല്യൂ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് റെപ്രസെൻ്റ് ചെയ്യണം, നമ്മൾ കീ റെപ്രസെൻ്റ് ചെയ്യണം. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പാടില്ല. ക്രിയേറ്റിംഗ് എ ഡിക്ഷണറി വിത്ത് ഇൻഡിജർ കീ ഇൻഡിജറായിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കീസ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. DICT ഇറ്റ്സ് എ വേരിയബിൾ ഡിക്ഷണറി വേരിയബിൾ നെയിം. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ABC എന്ന് യൂസ് ചെയ്യാം, DIT എന്ന് സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈക്വൽ ടു നമ്മൾ ലിസ്റ്റിനകത്തും ട്യൂപ്പിളിനകത്തൊക്കെ ചെയ്ത പോലെ തന്നെ. ആൻഡ് സ്റ്റാർട്ട് വിത്ത് എ കേളി ബ്രേസ് ആൻഡ് ഫസ്റ്റ് തിങ് ഈസ് ദ വാല്യൂ ഓഫ് ഓർ കീ ഓഫ് ഫസ്റ്റ് വാല്യൂ. ഫസ്റ്റ് വാല്യൂ എന്താണ്, ഇതാണ് കീ എന്ന് പറയുന്ന സാധനം അല്ലേ. A1 എന്ന് പറയുന്ന സാധനമാണ് കീ കഴിഞ്ഞിട്ട് എന്തുണ്ടായിരിക്കും, ഒരു കോളൻ ഉണ്ടായിരിക്കും. കോളൻ കഴിഞ്ഞ പാടന്നെ ആ കീ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ. ആക്ച്വലി വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഗീക്സ് എന്ന് പറഞ്ഞ സാധനമാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കീ ആണ് 1. അപ്പം 1 യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതിനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഈ ഗീക്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ യൂസ് ചെയ്യാൻ പറ്റും. 2, 4. ഇപ്പോൾ 2 എന്ന് പറഞ്ഞ കീ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 എന്ന് പറഞ്ഞ സ്ട്രിങ് വേരിയബിളിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആൻഡ് 3 എന്ന് പറഞ്ഞ കീ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഗീക്സ് എന്ന് പറഞ്ഞിട്ട് അഗെയിൻ സ്ട്രിങ് വേരിയബിൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് തിങ് ഈസ് പ്രിൻറ്റ് ഡിക്ഷണറി വിത്ത് യൂസ് ഓഫ് ഇൻഡിജർ കീസ്. പ്രിൻറ്റ് ഡി. അപ്പോൾ എന്ത് ചെയ്യും, ഇത് അതേപോലെ പ്രിൻറ്റ് ചെയ്ത് വരും. ആൻഡ് ഡിക്ഷണറി അതേപോലെ തന്നെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. ഡിക്ഷണറി ക്രിയേറ്റിംഗ് എ ഡിക്ഷണറി വിത്ത് മിക്സഡ് കീസ്. ഇപ്പം കീസ് എന്തായിരിക്കണമെന്നില്ല, ഇൻഡിജർ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കീ എനി ഡാറ്റ ടൈപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡിക് വേരിയബിൾ തന്നെ നെയിം. ഇവിടെ കീ എന്ന് പറയുന്ന സാധനം എന്താണ്, നെയിമാണ്, ഒരു സ്ട്രിങ് വേരിയബിളാണ്. കോളൻ ഗീക്സ്. ദെൻ 1 കോളൻ. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, ഇത് ഡിക്ഷണറിക്കകത്ത് നമ്മൾ ഈ 1 റെപ്രസെൻ്റ് ചെയ്യുന്ന ഇത്രയും വാല്യൂസിനാണ്. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാലോ അതേപോലെ പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ക്രിയേറ്റ് ഡിക്ഷണറി വേരിയബിൾ. ഏത് വേരിയബിൾ നെയിം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ABC എന്ന് കൊടുക്കും. ABC ഈക്വൽ ടു സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് വിത്ത് കേളി ബ്രേസ്. എന്നിട്ട് ആദ്യം എന്ത് കൊടുക്കണം, നമ്മൾ കീ കൊടുക്കണം. 1 കൊടുക്കാം നമുക്ക്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏത് വേണമെങ്കിൽ, ഇത് 1 തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്റ്റാർട്ട് ചെയ്യാം, 3 സ്റ്റാർട്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും. ഇപ്പോൾ ഞാനിവിടെ 1 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 1 കോളൻ രാജു. അപ്പോൾ ഒരു കീ സ്റ്റാർട്ട് ചെയ്തു, കീ റെപ്രസെൻ്റ് ചെയ്തു, കോളൻ കഴിഞ്ഞു, ഒരു സ്ട്രിങ് വേരിയബിൾ കൊടുത്തു. ഇനി 2 ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. 2 വേണമെന്നില്ല, നമുക്ക് 3 കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. 3 കോളൻ ബൈജു. 4 കോളൻ Anita.
നമുക്ക് വേറൊരു വാല്യൂ 45 എന്ന് കൊടുക്കാം. ഇവിടെ അങ്ങനെ ഓർഡറിലായിരിക്കണമെന്നില്ല, അൺഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സാജു. ലാസ്റ്റിലായിട്ടുണ്ടെങ്കിൽ കേളി ബ്രേസ് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ദെൻ പ്രിൻ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് എന്താ പ്രിൻ്റ് ചെയ്യുക, ഡിക്ഷണറി എന്നല്ല പ്രിൻ്റ് ചെയ്യുക, ഡിക്ഷണറി വേരിയബിൾ നെയിം ആയിട്ടുള്ള ABC എന്ന് പറഞ്ഞത് കണ്ടല്ലേ. അത് അതേപോലെ തന്നെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. 1 രാജു, 3 ബൈജു, 4 അനിത, 45 സാജു. ഓക്കെ. അത്ര സിമ്പിളായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിജർ വേരിയബിൾ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു കീസ് നമുക്ക് ഇത് ABC എന്നുള്ള പേര് മാറ്റാൻ നമുക്ക് തൽക്കാലം XYZ എന്നാക്കാം. 1 എന്നുള്ള മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നെയിം എന്നാക്കാം. നെയിം രാജു അങ്ങനെ കൊടുക്കാം. നെയിം എന്ന് കൊടുക്കുമ്പോൾ വെറും നെയിം എന്നല്ല, അതും സ്ട്രിങ് ആയിട്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യണം. പ്രിൻറ്റ് XYZ നെയിം രാജു ഇതേപോലെ പ്രിൻ്റ് ചെയ്ത് വരും. സോ ദിസ് ഈസ് ദ മെത്തേഡ് ടു ക്രിയേറ്റ് എ ഡിക്ഷണറി വേരിയബിൾ. ഡിക്ഷണറി വേരിയബിൾ അൺഓർഡേഡ് ആയിട്ടുള്ള സെറ്റ്സ് ആണ് ആക്ച്വലി, ഡാറ്റ ടൈപ്സ് ആണ്, കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് ആക്ച്വലി എന്ത് ഡിക്ഷണറി പറയുകയാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് എല്ലാ വാല്യൂസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തുണ്ടാകും, കീ ഉണ്ടാകും. നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. കീ ഇപ്പം ഇത് രണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലേ. നെക്സ്റ്റ് തിങ് ഈസ് ഔട്ട്പുട്ട് ഇതേപോലെ ആയിരിക്കും ഇതാ പറഞ്ഞത്. നമ്മളിപ്പോൾ കണ്ടല്ലോ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്. നേരത്തെ വാല്യൂസിൻ്റെ ഫസ്റ്റിലത്തെ അതായത് ഇതിൻ്റെ 1 gigs 2 4 3 gigs ഇത് അതേപോലെ തന്നെ അല്ലേ, 1 gigs 2 4 3 gigs അഗൈൻ. അതേപോലെ തന്നെ സെക്കൻഡ് തിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ് ഇത്. അതെന്തൊക്കെയായിരുന്നു, ഇതാ നെയിം ഗീഗ്സ്, പിന്നെ 1 കോളം എന്നുള്ളത് ഇത് അല്ലേ ഇൻഡിജർ വാല്യൂസ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. 1 കോളം കഴിഞ്ഞിട്ട് ഇത്രയും വാല്യൂസ് 1 2 3 4 ദെൻ നെയിം കഴിഞ്ഞിട്ട് ഗീഗ്സ്. അപ്പം ഇതാണ് കീ. ഇത് ആ 1 എന്ന് പറഞ്ഞ കീ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻഡിജർ വാല്യൂസ്. വാല്യൂ അല്ല, ഇവിടെ വാല്യൂസ് ആണുള്ളത്. പിന്നെ സെക്കൻഡ് കീ അതൊരു സ്ട്രിങ് വേരിയബിളാണ്. ആ സ്ട്രിങ് വേരിയബിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗീഗ്സ് എന്ന് പറയുന്നതാണ്. Okay, dictionary can also be created by the built-in function dict. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ലിസ്റ്റും ട്യൂപ്പിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. An empty dictionary can be created by just placing a curly brace. ഒരു curly brace മാത്രം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യും, empty dictionary ക്രിയേറ്റ് ചെയ്യും. empty dictionary ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അതിനാണ് എംപ്റ്റി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഈ എംപ്റ്റി പ്രിന്റ് എംപ്റ്റി ഇങ്ങനെ മാത്രം വരും. ഒരു ഡിക്ഷണറി വേരിയബിളായിട്ടുള്ള എംപ്റ്റി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേരിയബിളിനകത്തേക്ക് നമുക്ക് വാല്യൂസ് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഒരു ഡിക്ഷണറി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
empty dictionary create ചെയ്തു. നമ്മളിപ്പോൾ കണ്ടു ഡിക്ഷണറി വിത്ത് യൂസ് ഓഫ് ഡിക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് നോക്കാം നമുക്ക്. ഡിക്റ്റ് എന്നാണ് അല്ല ഫംഗ്ഷൻ അല്ല യൂസ് ചെയ്യേണ്ടത്. അപ്പം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ഈസ് ഈക്വൽ ടു ഡിക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് എപ്പോഴും തന്നെ ഒരു ഓപ്പണിംഗ് ബ്രേസും ഒരു ക്ലോസിംഗ് ബ്രേസും ഉണ്ടാവും അല്ലേ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലത്തെ ഒരു വാല്യൂസ് ക്രിയേറ്റ് ചെയ്യണം. ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, കേളി ബ്രേസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇത് ക്രിയേറ്റ് ചെയ്യണം. ഇത്ര മാത്രമേ ഉള്ളൂ. ക്രിയേറ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, ബിൽറ്റ് ഇൻ ഫംഗ്ഷനും കൂടെ ഉണ്ട് എന്നാണല്ലോ. പ്രിൻറ്റ് ടെസ്റ്റ് നോക്കുകയാണെങ്കിലോ ടെസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരും നേരത്തെ പോലെ തന്നെ. 1 രാജു, 3 ബൈജു, 4 അനിത, 45 സാജു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരും. ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ്, ചാനത്തെ മെത്തേഡ് ടു ക്രിയേറ്റ് എ ഡിക്ഷണറി വേരിയബിൾ യൂസിങ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഡിസ്റ്റ് DICT എന്ന് പറഞ്ഞാൽ ഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെസ്റ്റഡ് ഡിക്ഷണറി, നെസ്റ്റഡ് ഫോർ ലൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നെസ്റ്റഡ് ഈഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ക്രിയേറ്റ് എ ലൂപ്പ് വിതിൻ എ ലൂപ്പ്, അതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ ഹിയർ വി ക്യാൻ ക്രിയേറ്റ് നെസ്റ്റഡ് ഡിക്ഷണറി. ദാറ്റ് മീൻസ് വി ക്യാൻ ക്രിയേറ്റ് ഡിക്ഷണറി വേരിയബിൾസ് വിതിൻ എ ഡിക്ഷണറി വേരിയബിൾ. ഒരു ഡിക്ഷണറി വേരിയബിളിനകത്ത് തന്നെ നമുക്ക് ഒരു ഡിക്ഷണറിക്കകത്ത് തന്നെ നമുക്ക് വേറൊരു ഡിക്ഷണറി എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കീസ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇവിടെ നോക്കിയേ, ഹിയർ ഈസ് ദി ഡിക്ഷണറി ആൻഡ് കീസ് വാല്യൂസ്. 1 എന്ന് പറഞ്ഞൊരു കീ ആണ് ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റ് ഗീക്സ്. 2 ഈസ് അനദർ key variable that represents 4 and 3 is another key and that represents a nested dictionary within this dictionary. ഇതാണ് നെസ്റ്റഡ് ലിസ്റ്റർ അല്ലേ. ആ നെസ്റ്റഡ് ഡിക്ഷണറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കീ എന്താണ്, 3 എന്ന് പറഞ്ഞ കീ ആണ്. ആൻഡ് നെസ്റ്റഡ് ഡിക്ഷണറിക്കകത്ത് ഇതിനകത്ത് എന്തുണ്ട്, 3 വാല്യൂസ് ഉണ്ട് ആൻഡ് ഈച്ച് വാല്യൂ റെപ്രസെൻറ്റ്സ് ഈച്ച് വാല്യൂ or each keys represents a new values. അപ്പോൾ ഇവിടെ നോക്കിയാൽ 3 കീസ് ഉള്ളത് A and B and C and A represents welcome, string variable welcome, and B represents 2 and C represents geeks and all these values are string. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു ഡിക്ഷണറി വേരിയബിളിനകത്ത് തന്നെ നമ്മൾ വേറൊരു ഡിക്ഷണറി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. സോ ഒരു സെക്കൻഡ് ഈ ഒരു മെത്തേഡാണ് നമ്മളെന്താ പറയുക, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്സിനാണ് നമ്മളെന്താ പറയുന്നത്, നെസ്റ്റഡ് ഡിക്ഷണറി. നെക്സ്റ്റ് അല്ല, നെസ്റ്റഡ്. ഒരു ഡിക്ഷണറിക്കകത്ത് തന്നെ വേറൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റിംഗ് എ നെസ്റ്റഡ് ഡിക്ഷണറി. എങ്ങനെയാണ് നമുക്കൊരു നെസ്റ്റഡ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. then a variable 1 geeks 2 4 and comma into 3 കൊടുത്തു. 3 അത് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കേളി ബ്രേസ് യൂസ് ചെയ്യുന്നു. A colon welcome, B colon 2, C colon. ഇപ്പോൾ പ്രിൻറ്റ് ഡിക്ഷണറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 1 geeks 2 4 3 എന്ന് പറഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യും, റെപ്രസെൻറ്റ് ചെയ്യും. 3ക്കകത്ത് A എന്ന് പറഞ്ഞ സാധനം റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെൽക്കം ആയിരിക്കും. B എന്ന് പറഞ്ഞ കീ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 ആണ് ആൻഡ് C റെപ്രസെൻറ്റ് ഗീക്സ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഡിക്ഷണറി ഈക്വൽ ടു curly brace. One colon first comma 2 represents
second, three represent three column കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? again ഒരു curly brace യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ a എന്ന് പറഞ്ഞ വേരിയബിൾ ചേർത്ത് four, ആദ്യത്തെ curly brace ക്ലോസ് ചെയ്തു ആൻഡ് സെക്കൻഡ് വൺ ക്ലോസ് ചെയ്തു. സിയുടെ ഇവിടെ ഓക്കെ ഇവിടെ ചെറിയൊരു സിൻടാക്സ് ത്രീ കോളൻ ഓക്കെ ഓക്കെ പ്രിൻ്റ് അങ്ങനെ നെസ്റ്റഡ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നെസ്റ്റഡ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ആൻഡ് നെക്സ്റ്റ് ഫസ്റ്റ് വൺ റെപ്രസെൻ്റ് ചെയ്യുന്ന കീ വൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് വേരിയബിൾ സ്ട്രിങ് വാല്യൂ, ടു റെപ്രസെൻ്റ് ചെയ്യുന്നത് സെക്കൻഡ്, ത്രീ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു നെസ്റ്റഡ് ഡിക്ഷണറിയാണ്. അതിനകത്ത് എ റെപ്രസെൻ്റ് ചെയ്യുന്ന ത്രീ എന്ന് പറയുന്നതിനകത്ത് എ റെപ്രസെൻ്റ് ചെയ്യുന്ന തേർഡിനെയും ബി റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോറിനെയും സി റെപ്രസെൻ്റ് ചെയ്യുന്ന ഫൈവിനെ ആയിരിക്കും. സോ ദിസ് ഇസ് ദ മെത്തേഡ് ടു ക്രിയേറ്റ് എ നെസ്റ്റഡ് ഡിക്ഷണറി. ദാറ്റ് മീൻസ് എ ഡിക്ഷണറി വിതിൻ എ dictionary variable. Okay, next is adding elements to a dictionary. Once you have created a dictionary, you can add any number of dictionary variables. Dictionary variables നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് നോട്ട് ദാറ്റ് ഓർ യു ഷുഡ് സ്പെസിഫൈ the dictionary key and its value. അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വേരിയബിൾ നെയിം യൂസ് ചെയ്യണം, ദെൻ അതിൻ്റെ കീ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കീ റെപ്രസെൻ്റ് ചെയ്യണം. ആ കീ യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റിംഗ് ആൻ എക്സിസ്റ്റിംഗ് വാല്യൂ ഇൻ എ ഡിക്ഷണറി ക്യാൻ ബി ഡൺ യൂസിങ് ബിൽറ്റ് ഇൻ മെത്തേഡ് അപ്ഡേറ്റ്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റും. നെസ്റ്റഡ് കീ ക്യാൻ ഓൾസോ ബി added into a dictionary. nested variable നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. not while adding a value, if the key values already exist, the value gets updated, otherwise a new key with value is added to a dictionary. അപ്പം നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത്, ഒരു ഡിക്ഷണറി വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദ കീ വാല്യൂസ് ഓൾറെഡി എക്സിസ്റ്റ്, ആ കീ വാല്യൂ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മോഡിഫൈ ഉള്ളൂ. അപ്പോൾ രണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ബി സി ആണ്. നമ്മൾ അഗെയിൻ നമ്മൾ ആഡ് ചെയ്യാൻ കൊടുക്കുകയാണ് ഡിക്ഷണറി ടു ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എടുത്തിട്ട് ഈക്വൽ ടു കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ കീ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്ത് പോകുന്നു മാത്രമേ. അതർവൈസ് എ ന്യൂ കീ വിത്ത് എ വാല്യൂ ഈസ് ആഡഡ് ടു ദ ഡിക്ഷണറി. അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കീയും ഒരു വാല്യൂയും തമ്മിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ അതാണ് ആക്ച്വലി അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്രിയേറ്റിംഗ് ആൻ എംപ്റ്റി ഡിക്ഷണറി. അപ്പോൾ ആദ്യം ഒരു എംപ്റ്റി ഡിക്ഷണറി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഡിക്സ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു എംപ്റ്റി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്ത് തരും. ഡിക്ഷണറി ഓഫ് സീറോ ഇങ്ങനെ കൊടുക്കാം നമുക്ക്. ഡിക്ഷണറി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ ഇവിടെ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്, കീ ആണ്. 2 റെപ്രസെൻ്റ് ചെയ്യുന്നത് അനദർ കീ ആണ്. 3 റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ കീ ആണ്. അപ്പോൾ അതിനകത്ത് ഓരോന്നിനകത്ത് ഓരോരോ വാല്യൂസാണ് സ്റ്റോർ ചെയ്യുന്നത്. ആദ്യത്തിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗീക്സ് ആണ്, 4 ആണ്, 1 ആണ്. ഇത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാലോ നേരത്തെ പോലെ തന്നെ പ്രിൻ്റ് ചെയ്ത് വരും.
ഓക്കെ 1:geeks 2:4 3:1 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് വരും. ആഡിങ് എ സെറ്റ് ഓഫ് വാല്യൂസ് ടു എ സിംഗിൾ കീ. ഒരു സിംഗിൾ കീക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ ഡിക്ഷണറി ഓഫ് 1 നോക്കിയിട്ട് 2 3 4 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ 1: എന്ന് പറഞ്ഞിട്ട് എന്ത് വരും 2 3 4 രണ്ടിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മൂന്നിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ കീ യൂസ് ചെയ്തിട്ടാണ് 1 എന്ന് പറയുന്ന സാധനം വെച്ചിട്ടായിരിക്കുന്നത്. അപ്ഡേറ്റിംഗ് ആൻ എക്സിസ്റ്റിംഗ് കീസ് വാല്യൂ. ഇപ്പം ഇവിടെ നമ്മൾ ഓൾറെഡി 2 എന്ന് പറഞ്ഞാൽ 4 ആയി അല്ലേ, കീ വാല്യൂ 2 എന്ന് പറഞ്ഞ സാധനം എന്തായിരുന്നു 4 ആയിരുന്നു. ഇപ്പോൾ ഡിക്സ് ഓഫ് 2 ഈസ് ഈക്വൽ ടു വെൽക്കം എന്ന് പറയുകയാണെങ്കിലോ ഈ 4 മാറിയിട്ട് എന്തായി മാറും, വെൽക്കം ആയിട്ട് വരും. ഇനി ഡിക്ഷണറി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, 0 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗീക്സ്, 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും വെൽക്കം എന്നായിരിക്കും, 3 റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 എന്നായിരിക്കും. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ആഡിങ് നെസ്റ്റഡ് കീ വാല്യൂ ടു എ ഡിക്ഷണറി. ഡിക്സ് 5 ഈസ് ഈക്വൽ ടു നെസ്റ്റഡ് എന്നുകൊണ്ട്, നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കീ കൊടുക്കാം നമുക്ക്. ഇത് നെസ്റ്റഡ് തന്നെ ഇവിടെ പിന്നെ കീബോർഡൊന്നുമല്ല, നെസ്റ്റഡിന് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അതിന് പകരം നെസ്റ്റഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കീ യൂസ് ചെയ്തെന്നേ ഉള്ളൂ. 1:life 2:geeks എന്ന് കൊടുത്തു. ആഡിങ് എ ഡിക്ഷണറി പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ചെയ്ത് നോക്കാമോ. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ചെയ്തിട്ട് ഇറ്റ്സ് എൻ എംപ്റ്റി ഡിക്ഷണറി. പ്രിൻറ്റ് ന്യൂ എംപ്റ്റി ആയിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം ന്യൂ ഓഫ് 0. നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്കറിയാം ഈക്വൽ ടു സജിത് തന്നെയല്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ന്യൂ 1 അവിടെ 2 ഇത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോഴ്സും സിംഗിൾ കോഴ്സും ഒന്ന് ഡബിൾ കോഴ്സും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നേ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ന്യൂ 1 എന്ന് പറഞ്ഞ സാധനം അതെടുത്ത് സജിത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ന്യൂ 0 കൊടുക്കാം നമുക്ക്. 0 ബാബു. ന്യൂ 5 ഈക്വൽ ടു സ്മിത. നെക്സ്റ്റ് is print new 1 സജിത് 0 ബാബു 5 സ്മിത. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരും. നമ്മൾ ഏത് ഓർഡറിലാണ് കൊടുക്കുന്നത് ആ ഓർഡറിൽ വരും. ഇനി നമുക്ക് ഒരു വാല്യൂസും കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ ആഡ് ചെയ്യാം, പ്രിൻ്റ് അല്ല ന്യൂ എന്നിട്ട് ഒരു ഇൻഡിജർ വാല്യൂ ആണ് അവർക്ക് നമ്മൾ ന്യൂ 5
5 equal to Sarin to Sarin. The print to Sajid, Babu, 5, Smita. 5 തന്നെ കീ ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കീ ആണ്. ഇതിനകത്ത് കീസ് ഏതൊക്കെയാണ്? 1 0 5 ഇവിടെ സ്ട്രിങ് 5. ഇതൊരു യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. വാല്യൂസ് ഏതൊക്കെയാണ്? സജിത്, ബാബു, സ്മിത ആൻഡ് സരിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. SIN ഓക്കെ. നമുക്ക് 5 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓൾറെഡി അതാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. ന്യൂ ഫയൽ equal to Sarin. Print new. മോഡിഫൈ ചെയ്തല്ലേ? സരി എന്ന് പറഞ്ഞ സംഭവം മോഡിഫൈ ചെയ്ത് പോകുന്നുണ്ടല്ലേ? അപ്പം ഇത് സരിൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? നേരത്തെ സൈൻ ഉണ്ടായിരുന്നു. സൈൻ അപ്പോൾ ഓൾറെഡി ഉള്ളതാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്ത് വരും. ഓൾറെഡി ഉള്ള കീ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ വരും. പിന്നെ അതല്ല പുതിയ കീയും പുതിയ വാല്യൂ ആണെങ്കിൽ പുതുതായിട്ട് തന്നെ എന്ത് ചെയ്യും? പുതിയ കീയും പുതിയ വാല്യൂസുമായിട്ട് ആഡ് ചെയ്ത് വരും. ഓൾറെഡി ഉള്ള കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വരും. ഓക്കെ. നെസ്റ്റഡ് കീ ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് ഇതേപോലെ നമ്മളിപ്പോൾ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കിയല്ലോ. ഔട്ട്പുട്ട് ഇതേപോലെ വന്നിട്ടുണ്ടാകും ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട്. നമ്മുടെ ഈ ഡിക്ഷണറി ആണെങ്കിൽ ഓരോന്നും കറസ്പോണ്ടിങ്. നെക്സ്റ്റ് തിങ് ഈസ് ഹൗ ടു ആക്സസ് വാല്യൂസ് സ്റ്റോർഡ് ഇൻ എ ഡിക്ഷണറി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യുന്നത്? ഒരു ഡിക്ഷണറിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം? അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ ഓർഡർ ടു ആക്സസ് എ ഐറ്റം ഓഫ് എ ഡിക്ഷണറി, refer is key name. Key can be used to inside the square bracket. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലിസ്റ്റിനകത്തും ട്യൂപ്പിളിനകത്തൊക്കെ ചെയ്യുന്ന പോലെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കാണിച്ചു തരാം. ഇപ്പം ഡിക്ഷണറി ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്ത് വരും. ഡിക്ഷണറി ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്ത് വരും. ഇത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. പ്രിൻറ്റ് ഇത് തന്നെയാണ്. അപ്പോൾ അത് മാത്രമായിട്ട് എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്ത് വരും. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ സാധനമല്ലേ പ്രിൻറ്റ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രിൻറ്റ് ന്യൂ എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ന്യൂ ഓഫ് ആ കീ സ്പെസിഫൈ ചെയ്താൽ മതി. സി ഇപ്പം 5 ആണെന്നായിരിക്കും. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും? സ്മിത എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. സ്മിത പ്രിൻറ്റ് 5 എന്ന് കൊടുക്കാമോ? ന്യൂ കൊടുക്കണേ. പ്രിൻറ്റ് ന്യൂ ഓഫ് എന്ന് കൊടുക്കണം. ന്യൂ 5 ശരി എന്ന് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഓരോന്നിനും ആ ഡിക്ഷണറിയുടെ കറസ്പോണ്ടിങ് കീ യൂസ് ചെയ്തിട്ട് അത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സ്പെസിഫൈ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്സസ് ആ പെർട്ടിക്കുലർ വാല്യൂ. ആ പെർട്ടിക്കുലർ വാല്യൂ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഡിക്ഷണറി ഓഫ് വൺ അതങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. There is also a method called get that will also help in accessing the element from a dictionary. അപ്പം നമ്മൾ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേറൊരു മെത്തേഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മളെന്തായാലും DICT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യുന്നതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റിൽ DICT എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്തിട്ട് 1 2 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ്. പ്രിൻറ്റ് ഡിക് ഡോട്ട് ഗെറ്റ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ 3 എന്ന് പറഞ്ഞ സംഭവം 3 എന്ന് പറഞ്ഞാൽ കീസ് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഡിക് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട്
ഡിക്ഷണറിയുടെ പേര് വേരിയബിൾ നെയിം എന്താണ്, അത് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇതാണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ആകുമ്പോൾ എന്തുണ്ടാവും, ബ്രേസ് കൊടുത്തിരിക്കുന്നത്. ആ ബ്രേസിനകത്ത് എന്താ സ്പെസിഫൈ ചെയ്യേണ്ടത്, അതിൻ്റെ കീസാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കളയാം. ഇവിടെ തന്നെ പ്രിൻറ്റ് ഒന്നുമില്ല, സെയിം സംഭവം തന്നെ. ന്യൂ ഡോട്ട് എന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ന്യൂ ഡോട്ട് ഗെറ്റ് ഓഫ് ദെൻ കീ സ്പെസിഫൈ ചെയ്യണം. 1 സ്പെസിഫൈ ചെയ്യണമെങ്കിൽ സജിത്ത് എന്നാണ് സാധനം പ്രിൻ്റ് ചെയ്ത് നമുക്ക് 1 തന്നെ സ്പെസിഫൈ ചെയ്ത് വെക്കാം. ഇനി പ്രിൻറ്റിൻ്റെ ബ്രേസും കൂടി എന്ത് ചെയ്യാതെ ക്ലോസ് ചെയ്താൽ മതി. സജിത്ത് എന്ന് വരും. അപ്പം ന്യൂ ഓഫ് 5 എന്നാണെങ്കിൽ ന്യൂ ഓഫ് 1 കൊടുക്കുന്നതിന് പകരം എന്താ ഗെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അനദർ മെത്തേഡ് ഓഫ് ആക്സസിങ് വാല്യൂസ് ഇൻ എ ഡിക്ഷണറി. ഓക്കെ, ആക്സസിങ് എലമെൻറ്റ് യൂസിങ് ഗെറ്റ്, അതുകൊണ്ട് ഗീക്സ് എന്ന് പറഞ്ഞ സാധനം. ആക്സസിങ് എലമെൻറ്റ് ഓഫ് എ നെസ്റ്റഡ് ഡിക്ഷണറി. ഇൻ ഓർഡർ ടു ആക്സസ് എ വാല്യൂസ് ഫ്രം എ കീ ഇൻ എ നെസ്റ്റഡ് ഡിക്ഷണറി യൂസ് ഇൻഡെക്സിങ് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ക്രിയേറ്റിംഗ് ഡിക്ഷണറി എന്നിട്ട് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 1 ഗീക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിക്ഷണറി ഓഫ് 2 എന്നുണ്ട് നെയിം ഇത് കൊടുത്തിട്ട് 4 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിക്ഷണറി ഓഫ് ഡിക്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പ്രിൻ്റ് ചെയ്ത് വരും. ഡിക്ഷണറി ഓഫ് ഡിക്റ്റ് 1 ഓഫ് 1 എന്ന് പറയുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇതായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരിക. മനസ്സിലായില്ലേ? ഡിക്ഷണറി ഓഫ് ഡിക്റ്റ് 2 നെയിം എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരിക. അങ്ങനെ നമുക്ക് നെസ്റ്റഡ് ലൂപ്പിനും കറസ്പോണ്ടിങ് എന്ത് യൂസ് ചെയ്യാം, കീസ് യൂസ് ചെയ്യാൻ പറ്റും. 3 of 4. ഇപ്പോൾ 4 ലാസ്റ്റിലത്തെ സാധനം സ്പെസിഫൈ ചെയ്യുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കണം. മറ്റത് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതായത് ഇത് ഡിക്ഷണറി വേരിയബിളിൻ്റെ ഫസ്റ്റിലത്തെ കീ. ആ കീ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, 1 and 2 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്തത്. ഡിക്ഷണറി ഓഫ് ഡിക്റ്റ് ഓഫ് 1 of 1 എന്ന് പറയുകയാണെങ്കിൽ എക്സാക്ട്ലി ഏത് വരും, ഇത് മാത്രമേ വരും. അല്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ, 1 of 1 കോളൻ ഗീക്സ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി പ്രിൻ്റ് ചെയ്യുന്നത് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത് എന്ത് മാത്രമായിരിക്കും, ഗീക്സ് എന്ന് പറഞ്ഞ സാധനമായിരിക്കും. ഇതല്ലേ ഇവിടെ ഉണ്ടല്ലേ 1 of ഗീക്ക് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യും. ഇവിടെ ആണെങ്കിലോ ഗീക്സ് മാത്രം പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ഡിക്ഷണറി ഓഫ് ഡിക്റ്റ് 2 എന്ന് പറഞ്ഞ സാധനം റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സാധനത്തിനാണ്. അതിൻ്റെ നെയിമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കീ വേരിയബിളാണ്. അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 4 തന്നെ. അതുകൊണ്ട് ഇവിടെ 4 എന്ന് മാത്രം എന്ത് ചെയ്തു പ്രിൻ്റ് ചെയ്ത് വരും. നെക്സ്റ്റ് is removing elements from a dictionary. That means how to delete a stored values from a dictionary. ഡിക്ഷണറിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് യൂസിങ് del കീവേഡ്. del എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇൻ പൈത്തൺ ഡിക്ഷണറി deletion of key can be done using the del keyword. Using del keyword specific values from a dictionary as well as the whole dictionary can be deleted. ഒരു പെർട്ടിക്കുലർ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിലോ നമുക്ക് എൻറ്റയർ ഡിക്ഷണറി ക്യാൻ ബി ഡിലീറ്റഡ് ഫ്രം ദി പ്രോഗ്രാമിനകത്ത് നമുക്ക് എൻറ്റയർ ഡിക്ഷണറി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. del dictionary will delete the entire dictionary and hence printing it after deletion erasing making an error or creating an error. അപ്പം ഡിക്ഷണറി ഡിലീറ്റ് ചെയ്തതിന് ശേഷം അഗൈൻ അത് പ്രിൻ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലോ it will make an error or it will generate an syntax error. ഇനീഷ്യൽ ഡിക്ഷണറി ഇതാണ്, പ്രിൻ്റ് ഡിക്ഷണറി ചെയ്യും. del dict of 6 എന്ന് പറയുകയാണെങ്കിലോ 6th one ഈ ഒരു സാധനം എന്ത് ചെയ്യും, 2 എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അഗൈൻ അത് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിലോ ഏത് പറഞ്ഞ സാധനം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക. ഇത് പ്രിൻ്റ് ചെയ്തിട്ട് അഗൈൻ A2 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലോ അതൊരു എന്ത് ജനറേറ്റ് ചെയ്യും, എറർ ജനറേറ്റ് ചെയ്യും. അതല്ലേ ഇനീഷ്യൽ ഇതാണ് ഡിലീറ്റ് ചെയ്ത് 2 3 ഡിലീറ്റിങ് എ സ്പെസിഫിക് കീ. എക്കകത്ത് 1 gigs 2 4 3 gigs B 1 gigs 2 ലൈഫ് 5 ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. അതിനകത്ത് ഏതാ ഡിലീറ്റ് ചെയ്തതെന്ന് നോക്കണം നമുക്ക്. ആ സാധനം മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വരും. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാലോ.
ഡിലീറ്റ് ആ ഡെൽ കീ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് del 1 നോക്കാം. del of new of 1. ഇനി പ്രിന്റ് ന്യൂ അടിച്ചാലോ? ഇവിടെ നോക്കി നിങ്ങൾ ഓൾറെഡി പ്രിൻറ്റിനകത്ത് 1 സജിത്തായിരുന്നു, 0 ബാബു ആണ്, 5 സ്മിതയാണ്, പിന്നെ 5 എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് സെറിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഏതാണ്? 1 സജിത്ത് എന്നാണ്. അപ്പോൾ ഇനി പ്രിൻറ്റ് ചെയ്യുമ്പം അത് ഒഴിവാക്കിയിട്ടായിരിക്കണം വാല്യൂസ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. പ്രിൻറ്റ് ന്യൂ 0 ബാബു കണ്ടില്ലേ, 1 എന്ന് പറയുന്ന സാധനം ഒഴിവാക്കി. ഇനി നമ്മൾ അത് പ്രിൻറ്റ് ചെയ്യാൻ നോക്കിയല്ലോ. പ്രിൻറ്റ് എന്തായിരുന്നു? ന്യൂ ഓഫ് 1. ദാറ്റ് വിൽ ക്രിയേറ്റ് ആൻ എറർ. അല്ലേ, അതൊരു എറർ ക്രിയേറ്റ് ചെയ്യും. കാരണം അങ്ങനെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെൽ ന്യൂ എന്ന് പറയുകയാണെങ്കിലോ ന്യൂ മൊത്തമായിട്ട് എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്ത് പോകും. ഇനി പ്രിൻറ്റ് ന്യൂ എന്ന് പറയുകയാണെങ്കിലോ അപ്പോഴും എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു എറർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഓൾറെഡി എന്ത് ചെയ്ത് പോയിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്ത് പോയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതും ഡിലീറ്റ് ചെയ്യാം. നെസ്റ്റഡ് ഡിക്ഷണറി ഡിലീറ്റ് ചെയ്യാം, എൻറ്റയർ ഡിക്ഷണറി ഡിലീറ്റ് ചെയ്യാം. യൂസിങ് പോപ്പ് മെത്തേഡ് വി ക്യാൻ ഡിലീറ്റ്. പോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പോപ്പ് റിട്ടേൺ ആൻഡ് ഡിലീറ്റ് ദി വാല്യൂ ഓഫ് എ കീ സ്പെസിഫൈഡ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു. ഡിലീറ്റിംഗ് ഡിക്ഷണറി എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. pop ele equal to dictionary dot pop 1. അപ്പം ഇനി അത് വേറൊരു വേരിയബിളിനകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പോപ്പ് ELE എന്ന് പറഞ്ഞ സാധനത്തിനകത്തേക്ക് എന്ത് ചെയ്യുന്നു? ഡിക് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് ഡിക്ഷണറി എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് 1 ഒഴിവാക്കിയിട്ടുള്ളത് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഔട്ട്പുട്ട് എന്താ? ഡിക്ഷണറി ആഫ്റ്റർ ഡിലീഷൻ 3 1 എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെയിം 4 വാല്യൂ അസോസിയേറ്റഡ് പോപ്പ് കീസ് ഗീസ്. ഇതാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്? ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാവില്ലേ? അപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള അനദർ മെത്തേഡാണ് ആക്ച്വലി എന്ത്? പോപ്പ് എന്ന് പറഞ്ഞ സാധനം. അതെങ്ങനെയാണ് പോപ്പ് ചെയ്യുക? പോപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഡിക്ഷണറി വേരിയബിൾ ഡോട്ട് പോപ്പ് ഇതിൻ്റെ ഏത് സ്പെസിഫൈ ചെയ്താൽ മതി? അതിൻ്റെ കീ സ്പെസിഫൈ ചെയ്താൽ മതി. ഡിക്ഷണറിയുടെ കീ സ്പെസിഫൈ ചെയ്താൽ മതി. ആ കറസ്പോണ്ടിങ് വാല്യൂ മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് റിട്ടേൺ ചെയ്യുന്നത് ബാക്കിയുള്ള ഡിക്ഷണറി ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു ഡിക്ഷണറി വേരിയബിളായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഡിക്ഷണറി പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള ഡിക്ഷണറി വാല്യൂസിനകത്ത് നിന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡിലീറ്റ് ചെയ്ത സാധനം ഒഴിവാക്കിയിട്ടുള്ള വാല്യൂ മാത്രം പ്രിൻറ്റ് ചെയ്തിട്ട് വരും. Pop items method. Pop item returns the removes an arbitrary element pair from dictionary. Creating a dictionary, the pop item, pop elements, dictionary to pop item. ഇതിനകത്ത് എന്താ ചെയ്യാം? The dictionary after deletion പ്രിൻ്റ് ചെയ്ത് വരും. സ്ട്രിങ് ഡോട്ട് ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആർബിട്രറി പെയർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 1. അപ്പം പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത ഐറ്റം എന്താണോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, അല്ലെങ്കിൽ മെത്തഡാണ് എന്ത്? പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞാൽ. നേരത്തെ പോപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡായിരുന്നു. ഇവിടെ പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത ഐറ്റം മാത്രം എന്ത് ചെയ്യും? നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഇപ്പോൾ ഇവിടെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഫസ്റ്റ് ഒരു ഡിക്ഷണറി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് പോപ്പ് ELE എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഡിക് ഡോട്ട് പോപ്പ് എന്ത് ചെയ്യുന്നു? ഐറ്റം, പോപ്ഡ് ഐറ്റം എന്തൊക്കെയാണോ അത് ഇതിനകത്തേക്ക്, ഏത് വേരിയബിളിനകത്തേക്ക് വരും? പോപ്പ് ഇതിനകത്തേക്ക് വരും. പ്രിൻറ്റ് ഡിക്ഷണറി ആഫ്റ്റർ ഡിലീഷൻ പ്ലസ് STR ഓഫ് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിക്കകത്തുള്ള സാധനങ്ങൾ എന്താണോ അതൊക്കെ അതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്ത് വരും. പ്രിൻറ്റ് ഇത് ആർബിട്രറി പെയർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് വരാനാണ്, ഇങ്ങനെ തന്നെ പ്രിൻറ്റ് ചെയ്യും. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ? ഇതും കൂടെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്ത് വരും. സ്ട്രിങ് ഓഫ് പോപ്പ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പോപ്പ് ചെയ്തിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ
അതായത് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് എന്തുണ്ടോ അതൊക്കെ എന്ത് ചെയ്തു പ്രിൻ്റ് ചെയ്ത് വരും. ഇപ്പോൾ 1.keys എന്നായിരുന്നു പ്രിൻ്റ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വാല്യൂസ് മാത്രം എന്ത് ചെയ്യും പ്രിൻ്റ് ചെയ്തിട്ട് വരും. ക്ലിയർ മെത്തേഡ് is another method to delete dictionary values. All the items from a dictionary can be deleted at once by using clear method. അപ്പോൾ നമുക്ക് empty dictionary ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഡിക്ഷണറിക്കകത്തുള്ള എല്ലാ വാല്യൂസും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്ലിയർ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ക്ലിയർ ഡിക്ഷൻ.clear എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഡിക്ഷണറിക്കകത്തുള്ള എല്ലാ വാല്യൂസും എന്ത് ചെയ്യും ക്ലിയർ ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ റിട്ടേൺ എൻ എംപ്റ്റി ഡിക്ഷണറി. അത് എംപ്റ്റി ഡിക്ഷണറി ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യാം. ഡിക്ഷണറിക്കകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട് കുറേ. കോപ്പി എന്ന് പറഞ്ഞ സാധനം, ഒരു ഡിക്ഷണറിക്കകത്തുള്ള വാല്യൂസ് മുഴുവൻ, കീസ് ആൻഡ് വാല്യൂസ് മുഴുവൻ വേറൊരു വേരിയബിളിനകത്തേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പി എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാം. കോപ്പി മെത്തേഡ് റിട്ടേൺസ് എ ഷാലോ കോപ്പി ഓഫ് ദി ഡിക്ഷണറി. ദെൻ ക്ലിയർ ഓൾറെഡി നമ്മൾ കണ്ടു, ഒരു ഡിക്ഷണറിക്കകത്തുള്ള എല്ലാ സാധനങ്ങളും ക്ലിയർ ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ. പോപ്പ് റിമൂവ്സ് ദി റിട്ടേൺസ് എലമെൻറ്റ് ഫ്രം എ ഡിക്ഷണറി ഹാവിങ് ഗിവൻ കീ. ഗിവൻ കീ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കീ ഉള്ള ഐറ്റംസ് മാത്രം എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ദെൻ പോപ്പ് ഐറ്റംസ് റിമൂവ് ചെയ്ത ഐറ്റംസ് മാത്രം എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആക്സസ് എ പെർട്ടിക്കുലർ വാല്യൂ ഫ്രം എ ഡിക്ഷണറി. ഡിക്ഷണറി നെയിം ഡോട്ട് വാല്യൂ റിട്ടേൺസ് എ ലിസ്റ്റ് ഓഫ് വാല്യൂസ് അവൈലബിൾ ഇൻ ദി ഗിവൻ ഡിക്ഷണറി. ആ ഡിക്ഷണറിക്കകത്തുള്ള എല്ലാ വാല്യൂസും എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. സ്ട്രിങ് str produces a printable string representation of dictionary. ഡിക്ഷണറിക്കകത്തുള്ള സ്ട്രിങ്സ് ഒക്കെ എന്ത് ചെയ്യും, പ്രിൻ്റബിൾ ആയിട്ടുള്ള സ്ട്രിങ്സ് ഒക്കെ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. അപ്ഡേറ്റ്, ഇത് കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അപ്ഡേറ്റ്, CMP, കമ്പയർ ചെയ്തെടുക്കാൻ പറ്റും. റിട്ടേൺസ് എ ടൈപ്പ് ഓഫ് ദി സ്പെസിഫൈഡ് വാല്യൂ. ഇങ്ങനത്തെ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കറസ്പോണ്ടിങ് ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ചെയ്ത് നോക്കാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഡിക്ഷണറിക്കകത്തുള്ളത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റിലൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഡിക്ഷണറി എപ്പോഴും അതിനകത്ത് കീസും വാല്യൂസുമായിട്ടാണ് സ്റ്റോർ ചെയ്യുക. പിന്നെ മിക്സഡ് ടൈപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിക്ഷണറിക്കകത്ത് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു, മോഡിഫൈ ചെയ്തു, ഡിലീറ്റ് ചെയ്തു, പിന്നെ കുറേ മെത്തേഡ്സും യൂസ് ചെയ്തു. ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ ഡിക്ഷണറി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഈ സെഷനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുന്നില്ല. താങ്ക് യു.